നമസ്കാരം. തൃശൂരും കോഴിക്കോടും ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസിൽ നിന്ന് ക്രൂരമർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു നയം രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. സുപ്രീം കോടതി കൂടി അംഗീകരിച്ചതോടുകൂടി ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ വിസിബിളായി തുടങ്ങിയിരിക്കുന്നു. സമൂഹത്തിലെ ഒരു വിഭാഗവും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിലുള്ള സംഘർഷവും ഒപ്പം വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും ബാല്യകാലം മുതൽ ജീവിതത്തിൻ്റെ പുറം തോടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഈ സമൂഹം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയാണ് എൻ്റെ ചോര തിളക്കുന്നു എന്ന ഈ പരിപാടി ചർച്ച ചെയ്യുന്നത്. ആദ്യം ശീതൾ, എല്ലാ നഗരങ്ങളിലും പോലീസുമായുള്ള ഒരു ഏറ്റുമുട്ടൽ, സമൂഹത്തിലെ ഒരു വിഭാഗവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അത് ഒരു പുതിയ പ്രവണതയായി കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളുടെ പോലീസിൻ്റെ ഒരു മോറൽ പോലീസിങ് സാധാരണ ജനങ്ങളുടെ ഭാഗത്തെക്കാട്ടും കൂടുതൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് മോറൽ പോലീസിങ് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് അത് സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഭാഗത്തായിരുന്നു കൂടുതൽ. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും ശരീരങ്ങളെ ഇപ്പോൾ മോറൽ പോലീസിങ്ങിന് ഉപയോഗിക്കാനുള്ളൊരു രീതിയിലേക്കായി എന്നുള്ളത്. അത്തരം കേസുകൾ ഒരു കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. അതിൻ്റെ മൂർധന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. IG ശ്രീജിത്ത് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീജിത്ത്, ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു നയം രൂപീകരിച്ചിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ ബസ് കാത്തു നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് പീഡിപ്പിക്കുന്നു, വലിയ തോതിലുള്ള അതിക്രമം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് വിശദീകരിക്കുക പോലീസിന്റെ ഭാഗത്ത് നിന്ന്? ഇപ്പോ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് അത് അന്വേഷണ വിധേയമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും തെറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെയോ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിയമ നടപടി അതിന്റെ വഴിക്ക് പോകണം. പക്ഷെ ഇതിലുപരിയായിട്ട് ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ഈ നയം രൂപീകരിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തും സംസ്ഥാനത്തിന്റെ ഭാഗത്തും ഒരു പരിധിവരെ ഉണ്ടായത് നല്ല കാര്യം തന്നെ. പക്ഷെ എന്നാലും ഒരു നിയമനിർമ്മാണം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയായിട്ട് അവശേഷിക്കുകയാണ്. ഭരണഘടനയിൽ പോലും ഓൾ മെൻ ആൻഡ് വിമൻ ആർ ബോൺ ഈക്വൽ എന്ന് പറഞ്ഞിടത്തും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തെ നമ്മൾ സൗകര്യപൂർവ്വം വിസ്മരിച്ചിരിക്കുന്നു എന്ന് പറയാതെ നിർവാഹമില്ല. ഇവിടെ ഫോർ എനി പേഴ്സൺ ടു ഗെറ്റ് റേപ്പ് the person has to be a woman. Any person to get molested, the person has to be a woman എന്ന് പറയുന്നിടത്തൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള നിയമം ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല. അങ്ങനെ ഒരു നിയമം നിർമ്മാണം നടന്നിട്ടില്ല. തിരുച്ചി ശിവ എന്ന് പറയുന്ന ഒരു MP-യുടെ, തമിഴ്നാട്ടിലൊരു MP-യുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റിന് വേണ്ടിയിട്ടുള്ള, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള, ആക്ടിവിസ്റ്റിനല്ല ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും രാജ്യസഭയിൽ അത് പാസ്സാവുകയും ഇനിയും ലോകസഭയുടെ ദൃഷ്ടിയിൽ അത് എത്താതെയും ഇരിക്കുകയാണ്. ആ നിയമം പോലും ഞാൻ അതിന്റെ കരട് വായിച്ചിട്ടുണ്ട്. വളരെ അപര്യാപ്തമാണ്, പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ പോലും ഒരു നിയമനിർമ്മാണത്തിന്റെ ദിശയിലേക്ക് ആദ്യത്തെ ഒരു പടി ആയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു നിയമം ഇല്ലാതെ പലപ്പോഴും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള അതിക്രമങ്ങൾ പോലീസ് നേരിടാൻ ശ്രമിക്കുമ്പോൾ നന്നായിട്ട് നേരിടാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മതിയായൊരു നിയമപരമായ ആയുധമോ ഉപാധിയോ ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ പലപ്പോഴും നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് പോലീസിനെ മാത്രം നേരെയാക്കിയത് കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമല്ല. പോലീസിന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇവരെ കുറിച്ചുള്ള അവബോധത്തിൽ നിന്നുള്ളതിനെ കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നു, അത് അംഗീകരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും, സീനിയേഴ്സിന്റെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒരു തരത്തിൽ വെച്ച് പൊറപ്പിക്കുകയില്ല. അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ തരത്തിലുള്ള ഒരു നിയമനിർമ്മാണവും ഇത്തരത്തിലുള്ള റെക്കഗ്നീഷൻ, ഇവർക്ക് ലിവിംഗ് സ്പേസ് കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു ആവശ്യകതയിലേക്ക് ഈ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നാന്ദിയാണ് ഈ ചർച്ച എന്ന് ഞാൻ കാണുന്നു. അതിന്റെ തുടക്കമെന്നാണ് ഒരു നിയമനിർമ്മാണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോ ദീപ്തി അല്ലേ, ദീപ്തിയേക്കാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതെ, ഒരുപക്ഷെ പോലീസിന്റെ ഭാഷ്യമോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ ഭാഷ്യമോ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഈ പറയുന്നത് പോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കുന്നു, നിങ്ങളുടെ വിസിബിലിറ്റി ഉണ്ട്, ഇപ്പം എല്ലായിടത്തും കാണാം എന്ന നിലയിൽ പറയുമ്പോൾ തന്നെ അത് രാത്രിയാണ്. അതായത് മറ്റെന്തിനോ ആണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന സംശയം പൊതുസമൂഹത്തിലെ ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ പോലീസിനോ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ഈ നിലയിലുള്ള അട്രോസിറ്റീസ് നിങ്ങളുടെ മേലെ ഉണ്ടാകുന്നത് എന്നൊരു സംശയം വന്നാൽ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കൊല്ലത്തൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമായിരുന്നു. അവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഗേൾസ് നിൽക്കുന്നുണ്ട്, ഒരുപാട് ബോയ്സ് നിൽക്കുന്നുണ്ടായിരുന്നു.
അവരുടെ ബാൻഡ് ബാക്ക് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഒന്ന് സംസാരിക്കുക പോലും നേരെ വന്ന് അറ്റാക്ക് ചെയ്യായിരുന്നു. ഒരു ചോദ്യം ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല. ഞാൻ ദീപ്തിയോട് ചോദിക്കുമ്പോൾ ദീപ്തിയോടാണോ അത് ചോദിക്കുന്നത് എന്നുള്ള സംശയം വരുന്നതുകൊണ്ട് ഇവരുടെ ലീഡർ എന്നുള്ള നിലയിൽ ഞാൻ ശീതളിനോട് ആ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇത് സംശയമുള്ളത് കൊണ്ടാണ് ആക്രമിക്കാൻ പോലീസ് വരുന്നത്. ഒന്ന് രാത്രിയെന്നോ പകലെന്നോ ഉള്ളത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. രാത്രിയും പകലൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് വേണ്ടപ്പെട്ടതാ. അത് സ്ത്രീകൾക്കായാലും ട്രാൻസ്ജെൻഡേഴ്സിനായാലും രാത്രിയും പകലൊന്നും വ്യത്യാസമില്ല എന്നുള്ളതാണ്. മനുഷ്യരായിട്ട് നമുക്ക് ഇറങ്ങി പക്ഷേ നടക്കുന്ന ഒരു സത്യാവസ്ഥ അവകാശമുണ്ട്. അങ്ങനെയാണോ ശീതൾ? കാരണം ട്രാൻസ്ജെൻഡേഴ്സിലെ ബഹുഭൂരിപക്ഷവും പ്രോസ്റ്റിറ്റ്യൂഷനിലേക്കും ഭിക്ഷാടനത്തിലേക്കും പോയത് ശീതൾ തന്നെ പല ഇന്റർവ്യൂവിലും പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് ഈ സമൂഹം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലൈംഗിക തൊഴിലാളിയായിട്ടോ ഒരു ബെഗറായിട്ടോ ഒരു ഭിക്ഷയാചിക്കുന്ന വ്യക്തിയായിട്ടോ ഞങ്ങൾക്ക് ഒരിക്കലും നിൽക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. ഞങ്ങളെ സ്കൂൾ ഡ്രോപ്പ് ഔട്ടിന് മുമ്പ് ഞങ്ങൾ സ്വന്തം അച്ഛനമ്മമാർ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ വളർത്താൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്വന്തം കുടുംബങ്ങളിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ജീവിക്കുന്നത് പോലെ ഒരുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങളുടെ ജെൻഡർ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ദിവസം മുതൽ നിങ്ങൾ അനുഭവിക്കുന്ന യാതനകളെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. അതിനോടൊപ്പം നിൽക്കും കേരള സമൂഹം. തീർച്ചയായിട്ടും. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിലൊരു വിഭാഗം പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നു, ഭിക്ഷാടനത്തിലേക്ക് പോകുന്നു. അപ്പൊ സ്വാഭാവികമായും ഇതൊന്നും അറിയേണ്ടതില്ലാത്ത ഒരു സമൂഹം ഉണ്ടല്ലോ, എല്ലാം തിന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അവര് ചിലപ്പോൾ ഇത് പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ മേൽ കയ്യാങ്കളിക്ക് വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല. കാരണം ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ലൈംഗിക തൊഴിൽ എന്ന് പറയുന്നത് ലൈംഗിക തൊഴിൽ ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പറയുന്നു എന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലോ തൊഴിലിലോ ഒരു തരത്തിലുള്ള സംവരണമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സ്വീകാര്യമോ എങ്കിൽ പോട്ടെ, ഈ കേരളത്തിൽ 35,000-ഓളം ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ള ഈ കേരളത്തിൽ ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ ഏതെങ്കിലും പ്രൈവറ്റോ സർക്കാരോ സ്കൂളിൽ സ്വന്തം ഐഡന്റിറ്റിയോട് കൂടി പഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഇപ്പോൾ IG ശ്രീജിത്ത് ഏതെങ്കിലും തൊഴിലവസരത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അങ്ങനെ ഒരു സംഭവമായിരുന്നില്ല. അവിടെ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പോലീസ് ആരടാന്ന് പറഞ്ഞ് വന്ന് അടിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? അങ്ങനെ ഒരു പോലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന വിധത്തിലാണോ ഇന്ന് പോലീസ് നീങ്ങുന്നത്? കേരളത്തിലെ പോലീസുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെയ്തതാണല്ലോ. തീർച്ചയായിട്ടും. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. 3 പോലീസുകാർ വന്ന് ഒരു ഇത് ആക്ച്വലി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് ഇപ്പം റീസെന്റ് ഉള്ള ഒരു വിഷയം മാത്രമാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായി തന്നെയാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പാടുകൾ തന്നെയാണ് അവർക്ക് ഈ പറഞ്ഞ ഇവരുടെ പ്രവേശനം മൂലം അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അവർക്കൊന്ന് ഒരു സ്ഥലത്തേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ പലതരത്തിലുള്ള വാക്കുകളാണ്. അതൊന്നും ഞാനിപ്പോ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോ അതാണ് IG ശ്രീജിത്ത്, ഞാൻ താങ്കളിലേക്ക് വീണ്ടും മടങ്ങി വരുന്നത്. കാരണം ഇപ്പോ ഇവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇവരൊരു ജെൻഡറായി സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നയവുമുണ്ട്. അങ്ങനെ ഇരിക്കവേ സാധാരണഗതിയിൽ ഇനി പ്രോസ്റ്റിറ്റ്യൂഷന് പോകുന്ന ചില്ലറ ആളുകൾ ഉണ്ട് എങ്കിൽ അവരെ പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ വർഗത്തെ ആകെ പുരുഷൻ, സ്ത്രീ, തേർഡ് ജെൻഡർ അല്ലെങ്കിൽ ഭിന്നലിംഗക്കാർ എന്ന് വിളിക്കുന്ന ജെൻഡറിനെ ആകെ പോലീസ് അതിക്രമിക്കുന്നു, പോലീസ് അവരെ ആക്രമിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായാൽ അതുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലിവിഷൻ പത്രമാധ്യമങ്ങളിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് ആക്രമിക്കുന്നു, അതിക്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ശീതൾ പറഞ്ഞിടത്തും ദീപ്തി പറഞ്ഞിടത്തേക്കും ഞാൻ മടങ്ങാണ്. അവരുടെ മാതാപിതാക്കളിലും തുടങ്ങുകയാണ് ഈ അതിക്രമം എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിന് മൊത്തത്തിലുള്ളൊരു അതിക്രമമാണ്. അപ്പോ പോലീസിനെ മാത്രം അതിനകത്ത് തെറ്റ് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ ഒരു കാര്യം, രാത്രിയും പകലും ഏത് വ്യക്തിക്കും എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം നികേഷ് മനസ്സിലാക്കണം, നികേഷ് രാത്രി ഇറങ്ങി നടന്നാൽ പോലും ഞങ്ങളുടെ പോലീസുകാർ നിങ്ങളെ ചോദ്യം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സാധാരണയിൽ കവിയുന്ന രീതി, അതായത് മറ്റ് ലിംഗക്കാർക്ക്, അതായത് പുരുഷനോ സ്ത്രീക്കോ അവകാശപ്പെട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഒരിക്കലും ഭിന്നലിംഗക്കാർക്ക് അവകാശപ്പെടാൻ പറ്റില്ല എന്ന് ഞാൻ മുമ്പും ഇവരിൽ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ വ്യക്തിപരമായിട്ടും അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്നിരിക്കൽ തന്നെ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകൾ, ഇപ്പൊ ഇരിക്കുന്നവരെ ആരുമല്ല ഞാൻ പറഞ്ഞു, ഇവരെല്ലാവരും എനിക്ക് വ്യക്തിപരമായി തന്നെ പരിചയമുള്ള ആളുകളാണ്. ഇവരിലല്ലാത്ത കുറെ ആളുകൾ ഇവിടെ വന്ന് പല സന്ദർഭങ്ങളിലും നിയമം കയ്യിലെടുത്തിട്ടുള്ള സാഹചര്യവും ഞങ്ങൾക്ക് പരിചിതമാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോലീസ് വളരെ കർശനമായി അവരെ നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യവും മുമ്പുണ്ടായിട്ടുണ്ട്.
ഇതിനപ്പുറത്തേക്കായിട്ട് ഈ ശീതളിനോട് അടക്കമുള്ള ആൾക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടൊരു സംഗതിയുണ്ട്. ഇത്തരത്തിലുള്ള ഇവരുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട്, അതിക്രമം എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഇപ്പൊ ചിലപ്പം ഇതിലെ വഴി നടക്കാൻ പാടില്ല എന്ന് പറയുന്ന അതിക്രമം ഉണ്ടായിട്ടുണ്ട്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള കയ്യേറ്റ ശ്രമങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ളത് മുഴുവൻ ഡോക്യുമെന്റ് ചെയ്യാം. അവസാനം ഇപ്പം സാക്ഷരതാ മിഷൻ നടത്തിയ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിൽ പോലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ നടത്താൻ പറഞ്ഞിട്ട് ഇവരിന്നും തയ്യാറായിട്ടില്ല എനിക്ക് വലിയ ദുഃഖം തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആണെന്നോ പെണ്ണെന്നോ വേർതിരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇവരറിയാതെ ജനിച്ചു പോവുകയാണ്. അതാണ് അല്പം മുമ്പ് ശീതൾ പറയുന്നത്. അവിടെ മുതൽ തുടങ്ങി നമ്മളോടുള്ള വിവേചനം എന്ന്. വീട്ടുകാർ തുടങ്ങിയത് സ്കൂളിലെത്തുന്നു. സ്കൂളിൽ അവർക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ ഡ്രോപ്പ് ഔട്ടായി മാറുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ നാട്ടിൽ നിന്ന് തന്നെ ബഹിഷ്കൃതനാകുന്നു. മറ്റൊരു നാട്ടിലേക്ക് പോയി ഈ പറയുന്ന രീതിയിൽ ട്രാൻസ്ജെൻഡറായി രൂപം പ്രാപിച്ചതിന് ശേഷം തിരികെ ഈ നാട്ടിൽ വന്ന് ഈ നിലയിലുള്ള നിയമപരിഷ്കരണങ്ങളും കോടതി വിധികളുമെല്ലാം ഉണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള അവബോധം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സംസ്കാരമുള്ള സമൂഹമാണെന്ന് സ്വയം വിശേഷിപ്പിക്കുക? നോക്കൂ, ഇത് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്വമായിട്ട് പറയരുത്. ഇത് ഞാൻ പോലീസുകാരൻ എന്നുള്ള നിലയ്ക്കും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും സമൂഹത്തിൽ നല്ല അവബോധമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കും മാനുഷികമായിട്ടുള്ള ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട നമ്മളെപ്പോലുള്ള എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വം എന്നുള്ള നിലയ്ക്കും നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കർത്തവ്യമാണ്. പോലീസിന് ഈ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം മാത്രമാണ് പോലീസിൽ നിങ്ങൾ കാണുക. ആ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നിലപാട് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിലെ പോലീസിനെ നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും മുമ്പിൽ നിന്ന് താങ്കളോട് എന്തോ ചോദിക്കാനുണ്ട്. ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ വലിയൊരു വ്യത്യാസമുള്ളത് പോലീസ് ചെയ്യേണ്ടത്, കാരണം ഞങ്ങൾക്ക് സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നോ കിട്ടാത്തത് പോലീസിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്നു. സുരക്ഷ എന്ന് പറയുന്നത്, നമ്മളിവിടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയെ മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം ഇന്ന് ട്രാൻസ്ജെൻഡർ പോളിസി കൈകാര്യം ചെയ്ത സ്ഥിതിക്ക് ട്രാൻസ്ജെൻഡേഴ്സിന്റെ പോലീസിന്റെ ഇടപെടൽ ഏത് രീതിയിലുള്ള ഗൈഡ് ലൈൻ ഉണ്ട്. തീർച്ചയായിട്ടും ശരിയാണ്. ഇത് പോലീസ് മാത്രമല്ല എന്ന് IG ശ്രീജിത്ത് താങ്കൾ അല്പം മുമ്പ് പറയുകയുണ്ടായി. പക്ഷേ പോലീസാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് പൊതുസമൂഹത്തിനാകെ മാതൃക കാട്ടേണ്ടത്. നോക്കൂ, തീർച്ചയായിട്ടും അങ്ങനെ മാതൃക കാണിക്കാതിരുന്നിട്ടുള്ള ആൾക്കാരെ വിമർശിക്കുകയും അവരെ തിരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പോലീസിൽ സജീവമാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ പോലീസിന്റെ തെറ്റും തിരുത്തലും പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ മാത്രമാണ് ഈ തിരുത്തൽ നടത്തുന്നത് എന്നുള്ളത് കൂടെ തിരിച്ചറിയേണ്ടതാണ്. ഈ പോലീസിനകത്തുള്ള ആരെങ്കിലും ഇവർക്ക് നേരെ എന്നല്ല ആർക്ക് നേരെ എന്ത് അതിക്രമം കാണിച്ചാലും പോലീസിലെ മേലുദ്യോഗസ്ഥർ വളരെ കർശനമായി തന്നെ അവരെ നേരിടുന്നു എന്നുള്ളതൊരു വസ്തുതയും. എന്നാൽ ഇപ്പൊ നോക്കൂ, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേർക്ക് ഇന്നും അസ്തിത്വം, അവരുടെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ള ഒരു റെക്കോർഡ്സും അവൈലബിൾ അല്ല. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സിനോട് ഇവർക്ക് പരാതിയില്ലേ? ആ പരാതികൾ ഇവർ പരിഹരിക്കണ്ടേ? ഇവർക്ക് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ടോ? ഇപ്പൊ 35,000 എന്ന് ശീതൾ ഇപ്പൊ കുറച്ചു മുമ്പ് സൂചിപ്പിക്കേണ്ട ഇവരുടെ എണ്ണം. സാമൂഹ്യനീതി വകുപ്പിന്റെ കണക്ക് എന്താ വെച്ചാൽ 4,000 പേരേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കേവലം 4,000 പേരായിട്ട് ചുരുങ്ങുന്നു. ഇവർക്ക് ആനുകൂല്യങ്ങൾ പ്രീ പ്യൂബർട്ടി സ്റ്റേജിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കണമെന്ന് പറഞ്ഞ അബദ്ധജടിലമായ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ള ഒരു സാമൂഹ്യനീതി വകുപ്പ് ആണ് നമുക്കുള്ളത്. ഈ തരത്തിലുള്ള ഒരു ID കാർഡ് കിട്ടുന്നത് സാമൂഹ്യ നീതി കിട്ടുന്നതിനേക്കപ്പുറം സ്വന്തം ശരീരം തല്ലി ചതച്ചുകൊണ്ട് അവരോട് ഈ നാട്ടിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് പോലീസിന്റെ എന്ത് നിലപാടാണ്? ട്രാൻസ്ജെൻഡറുകളെ കൈകാര്യം ചെയ്യാനായിട്ട് പോലീസിന് പോലീസ് IG ശ്രീജിത്ത് അല്പം മുമ്പ് അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം റേഞ്ച് IG ആയിരുന്ന ആളാണ്. ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത്. IG ശ്രീജിത്തിന് അറിയാമായിരിക്കും ഒരു പക്ഷേ ഈ എറണാകുളത്ത് നമ്മൾ ഈ ഡിസ്ക്രിമിനേഷനെ ഒക്കെ എതിർക്കുന്നവരാണെങ്കിൽ പോലും എറണാകുളത്ത് ഇതൊരു പൊതുശല്യമായി മാറുന്നു എന്ന് തോന്നല് പോലീസിന് ഉണ്ടായി പോയിട്ടുണ്ട് എങ്കിൽ അതിനൊരു ഉത്തരവാദിത്തം നിങ്ങൾ വഹിക്കണ്ടേ? നിങ്ങൾ തന്നെ ബോധവൽക്കരണം നിങ്ങളുടെ വിഭാഗങ്ങൾക്കിടയിൽ തുടരണ്ടേ? ഇവിടെ 35,000 പേരുള്ളവര് ഇന്ന് ട്രാൻസ്ജെൻഡർ പോളിസി വന്നപ്പോൾ പൊതുനിരത്തിൽ വിസിബിൾ ആണ്.
പകലിറങ്ങിയാൽ അവർ പരിഹസിക്കാത്ത ഏത് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് ഇവിടെ. ഈ രാത്രി- പോലീസ് പോലും നമ്മളെ പരിഹസിക്കുന്നുണ്ട്. എങ്കിൽ പകൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ഞങ്ങളുടെ വസ്ത്രധാരണത്തോടുകൂടി ഇറങ്ങി നടക്കണം. ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്, വസ്ത്രം ധരിക്കാനും അഭിപ്രായത്തിനും സഞ്ചാരത്തിനും സമയത്തിനും തൊഴിലിനും. ഇതൊന്നും നൽകാതെ എന്ത് ന്യായമാണ് ഈ സമൂഹം ഞങ്ങളോട് ചോദിക്കുന്നത്? ഈ സമൂഹം പറയുന്നു ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ ചീത്തയാണെന്ന്. എങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരൂ. അതിന് കടമ നിർവഹിക്കുന്നത് സർക്കാരാണ്, പോലീസാണ്. അല്ലാതെ ഞങ്ങളെ തച്ചു കൊല്ലുകയല്ല വേണ്ടത്. ഇവർ സ്ത്രീകളാണ്, അവരെ തല്ലിയത് പുരുഷ പോലീസാണ്. സർ, ഞാൻ ശീതലിനോട് യോജിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇത് പൊതുജനങ്ങൾക്കുള്ള ഒരു അഭിപ്രായമാണ്. പോലീസ് ഇപ്പൊ ആരെയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? പോലീസ് ആരുടെ കാവൽക്കാരാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഈ കണ്ടംപററി സൊസൈറ്റിയിൽ എന്നുള്ളത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ഈ ഏതാണ്ട് 8 മാസത്തിനിടയ്ക്ക് കേരളത്തിലെ ഗോഡ് സൗണ്ട് കൺട്രി എന്നുള്ളത് ഗൂൺ സൗണ്ട് കൺട്രി എന്ന നിലയിലോട്ടെത്തി. അതൊരു പൊതുവാ അല്ല, DGP-യോട് പരാതിപ്പെടാൻ ചെന്നപ്പോൾ DGP പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണം, ഇവിടെ സ്ത്രീകളും കുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഒരു ദീപ്തിയോട് പറയുന്നു. അതാണ് നമ്മുടെ സംസ്ഥാനത്തെ സൈന്യാധിപൻ പറഞ്ഞത് ഞങ്ങളെടുത്ത്. ഞങ്ങൾ ആര് പേടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കേണ്ടത്? ആര് പേടിക്കണം? ഇതാണോ പോലീസ് അല്ലെങ്കിൽ സൈന്യാധിപൻ എന്ന് പറയുന്നത്, മന്ത്രി എന്ന് പറയുന്നത്? ഞാൻ ചോദിച്ചതിന് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ സൗകര്യമായി എന്തുകൊണ്ട് കേരളത്തിലെ ഞങ്ങൾക്ക് രാത്രി ഇറങ്ങി നടക്കണമെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. അതിനപ്പുറത്തേക്ക് ഒരു ഇരുട്ടിന്റെ മറവ് തേടി പോകുന്നതിനെ തടയേണ്ടി വരും പോലീസിന്. ഇരുട്ടിന്റെ മറവ് തേടി പോകുന്നതിന് കേസ് എടുക്കണം. ഇന്ന് വരെ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ എന്ത് കേസാണ് രജിസ്റ്റർ ചെയ്തത്? സെക്സ് പരമായി അല്ലെങ്കിൽ ലൈംഗികപരമായി ഞങ്ങൾ പൊതുനിരത്തിൽ ശല്യം ചെയ്തു അല്ലാതെ ഞങ്ങൾ ഒരു പുരുഷനുമായി ഇന്റർകോഴ്സിൽ ഏർപ്പെടുകയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഏതെങ്കിലും പോലീസ് കേരളത്തിൽ കേസ് ഒരു മിനിറ്റ് ഇവിടെ നഗരത്തിൽ സ്ഥിരം ഉള്ള ഒരാളാണല്ലോ, ട്രാൻസ്ജെൻഡേഴ്സ് ഒരു ശല്യമായി മാറുന്നുണ്ട് എന്നൊരു അഭിപ്രായമുണ്ടോ? ഇതിൻ്റെ അകത്ത് ഇവരെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പോയിന്റിലേക്ക് കൃത്യമായിട്ട് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഇവരിപ്പോൾ നമ്മുടെ ജനങ്ങളാണെങ്കിൽ തന്നെ ഇവരെ ഫേസ്ബുക്കിൽ ഇവരുടെ ഫോട്ടോ എടുത്തിടുക, യൂട്യൂബിൽ ഇടുക, ഗൂഗിളിൽ ഇടുക, വാട്സപ്പിൽ അയക്കുക എന്നതിൽ അവര് വേറൊന്നുമില്ല. പിന്നെ കുറച്ച് ആളുകൾ, ഞാൻ രാത്രി കാലങ്ങളിലൊക്കെ തെരുവോരങ്ങളിലെ ആളുകൾ എടുക്കാൻ പോകുമ്പോൾ കുറച്ച് ആളുകൾ ഈ പറഞ്ഞ മദ്യപിച്ച് ലക്ക് കെട്ട് ഇതുപോലുള്ള വേഷം, ഇനി ഇവരുടെ വേഷം ധരിച്ച് വേറെ ആൾക്കാർ വന്ന് ഇവിടെ അലമ്പുണ്ടാക്കണമെന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ വന്ന് ഇവരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇവിടെ വന്ന് പോക്കറ്റടി നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ അതുപോലെ തട്ടിപ്പു, സ്ത്രീകളെ ശല്യം ചെയ്യുന്ന അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവിടെ നഗരത്തിലുണ്ട്. പക്ഷെ ഇവരാണ് ചെയ്തതെന്നല്ല പറയണത്. പക്ഷെ ഇവരുടെ വേഷം ധരിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഇത് അറിയാവുന്ന പോലീസുകാരും അല്ലെങ്കിൽ ആളുകളും ചിലപ്പോ ഈ പറയണ പോലെ ചില സംഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതിന് കൃത്യമായിട്ട് നമ്മൾ തുടരുക. IG ശ്രീജിത്ത്, ഇപ്പോ മുരുകൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ താങ്കൾ. ആ നിലയിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണോ ട്രാൻസ്ജെൻഡേഴ്സിനോട് ഒരു വിരുദ്ധ വികാരം പോലീസിന്, പൊതുസമൂഹത്തിലെ ഒരു വിഭാഗത്തിന് തോന്നി തുടങ്ങിയിട്ടുള്ളത്? പറഞ്ഞത് മുഴുവൻ എനിക്ക് ക്ലിയർ ആയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പിന്നെ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും ഒക്കെ അവരുടെ നേരെ അവർ കാണിക്കുന്ന കുറെ അതിക്രമങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് പരാതികൾ ലഭിക്കുന്നുണ്ട് എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? ഈ പറയുന്ന വിധത്തിൽ തട്ടിപ്പറിയുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ അവരുടെ ഭാഗത്ത് നിന്നുണ്ട്. ഒരുപക്ഷെ രാത്രിയുടെ മറവിൽ നേരത്തെ വലിയ ചെറുകിട ഗുണ്ടാ സംഘങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡറിന്റെ വേഷം ധരിച്ചെത്തുന്നവർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിരുദ്ധ വികാരം ഇപ്പോൾ പോലീസിന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ? പോലീസിന് അല്ല ഇങ്ങനെ വികാരം ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഒരിക്കലും തന്നെത്താനായിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല. പോലീസിന് ഇങ്ങനെ ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാനിവിടെ എറണാകുളത്ത് ഇരിക്കുമ്പോൾ എറണാകുളത്തുണ്ടായിരുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് ശീതളടക്കം ഉള്ള ആൾക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട് അവർക്ക് ജോലി കൊടുക്കാനും, സത്യം പറഞ്ഞാൽ റോട്ടറി ക്ലബിനെ സമീപിച്ച് അവർക്ക് ഒരു ദിന ശില്പശാല, അതായത് അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതെന്നാണ് അത് അഡ്രസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ശീതളിനോട് തന്നെ ചോദിക്കുക എന്തുകൊണ്ടാണ് അവരതിന് പ്രതികരിക്കാതിരുന്നതെന്നുള്ളത്. ഇന്നും അത് ആ ഓഫർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവർക്ക് മെട്രോ കോർപ്പറേഷൻ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ഓഫർ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യം സർക്കാർ പലവിധ സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടപ്പിലായോ നമുക്കറിയത്തില്ല. കാരണം കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയ സർക്കാരായിരുന്നു. പക്ഷേ അതിൽ എത്ര കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ നിങ്ങളെ ഹോസ്പിറ്റാലിറ്റിയെ തന്നെ ഏൽപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ DMRC നടത്തുന്ന ഒരു സംരംഭമാണ് അത്. സംസ്ഥാന സർക്കാരിനൊന്നും 23 പേര് മാത്രമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. ബാക്കി ഇനിയും 35,000 ബാക്കി കെടുക്കുകയാണ് അവർ ജീവിക്കാനായിട്ട്. അവരിപ്പോഴും ഇവിടെ
പല ലോഡ്ജുകളിലും ഷെൽട്ടറുകളായിട്ട് ഉപയോഗിക്കുകയാണ്. 1000-700 രൂപയാണ് വാടക. ഒരു ദിവസത്തെ 3 നേരത്തെ ഭക്ഷണത്തിന് നമുക്കറിയാം എത്ര രൂപ വരുന്നു. ട്രാവലിംഗ് ഇതൊക്കെ തന്നെ അവർ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേറെ തൊഴിലില്ല, അവർക്ക് വേറെ ഭക്ഷണമില്ല, അവർക്ക് വേറെ ഇരിപ്പിടങ്ങളില്ല. ഞങ്ങളിടുന്ന വേഷത്തിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നുമില്ല. ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഫ്രീഡം ഓഫ് ഡ്രസ്സിംഗ്, വസ്ത്ര സ്വാതന്ത്ര്യത്തിനനുസരിച്ച് മറക്കേണ്ടത് മറച്ചില്ല. ഞങ്ങളുടെ വേഷത്തെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല. ഞങ്ങളിടുന്ന വേഷത്തെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങളുടെ വേഷം ധരിച്ചു വരുന്ന ആൾക്കാരെന്ന് ഞങ്ങളുടെ വേഷത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത്തരം ആളുകൾ റോഡിൽ ഈ ചിറ്റൂർ റോഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇവരെ കാറിൽ വന്ന ആൾക്കാർ വിളിച്ചുകൊണ്ട് ഒരു സെക്കൻഡ്, ഒരു ചോദ്യം. ഞങ്ങളുടെ വേഷം ഉദ്ദേശിച്ചത് എന്താണ്? ഈ മാന്യമായ എന്നുള്ളത് മാന്യെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ പുരുഷന്മാരായ ആളുകൾ വന്ന് ഇവരെ വിളിച്ചോണ്ട് നിങ്ങളെ പോലെ കേരളത്തിൽ എന്താണ് മാന്യമായ വേഷം? എന്തിനാണ് ഇങ്ങനെ ഇവർ വിളിച്ചുകൊണ്ട് പോകുന്നത്? അല്ല, ഒരു സെക്കൻഡ്. ഇന്ത്യയിൽ 15 ലക്ഷത്തോളം ലൈംഗിക തൊഴിലാളികളുണ്ട്. അവരെ വിളിക്കാൻ വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സും അല്ല, പുരുഷന്മാര് തന്നെയാണ്. കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടിയിൽ 35,000 പേരെ ഇവർ വരുന്നുള്ളൂ. ഈ 3.5 കോടി ജനങ്ങൾ കാണിച്ചു കൂട്ടുന്ന വിധ്വംസ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. എന്നാൽ ഈ ന്യൂനപക്ഷങ്ങളെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരിടുന്ന വസ്ത്രമോ അവർ ധരിക്കുന്ന കമ്മലോ അവരുടെ മുടിയോ അത് മാത്രം ചർച്ചയാവുന്നത് ഈ പൊതുബോധത്തിന്റെ ഭാഗം. നേരത്തെ ശ്രീ നികേഷ് കുമാർ തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ 3-ാം ലിംഗം എന്നുള്ള വാക്ക്. അറിയാതെ പോയി നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ ആ വാക്കുകൾ കടന്നു വരിക. 3-ാം ലിംഗം, ഭിന്നലിംഗം, ഇപ്പൊ 1-ാം ലിംഗം ആരാ, 2-ാം ലിംഗം ആരാ? അപ്പൊ അത്തരം രീതിയിലുള്ള സമൂഹം തന്നെ കോർണർ ചെയ്യപ്പെടുന്നുണ്ട് പരിധി വരെ. പോലീസിന് മാത്രം ഉത്തരവാദിത്തം ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു ലിംഗം, 1-ാം ലിംഗം ആയിക്കോട്ടെ, അതിലൊക്കെ ഒരുപാട് ചർച്ച നടന്നിട്ടുള്ളതാണ്. ഇവിടെ ശരിയാണ്, ഞാൻ നേരത്തെ പറയുന്നത് പോലെ അതൊരുപക്ഷെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ നിലയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പോകുന്ന പോക്ക് നിങ്ങളുടെ തലമുറയെ തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നിങ്ങളെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടമുണ്ടല്ലോ ജീവിതത്തിൻ്റെ. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ രോഗികളായി നിങ്ങൾ മാറാതിരിക്കാൻ വേണ്ടി സമൂഹം നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയെങ്കിലും. നമുക്ക് കേരളത്തിന് വലിയൊരു കപട സദാചാര ബോധമുണ്ട്. 15 ലക്ഷത്തോളം ലൈംഗിക തൊഴിലാളികൾ ഇന്ത്യയിൽ. സോനാകാച്ചി ഉണ്ട്, റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെയൊക്കെ തന്നെ പുരുഷന്മാർ പോയിട്ടാണ് സെക്സ് വാങ്ങുന്നത്. അവിടെ ട്രാൻസ്ജെൻഡർ സ്ത്രീയുമായിട്ട് സെക്സ് ചെയ്യുന്നില്ല, സ്ത്രീയുമായി സെക്സ് ചെയ്യുന്നില്ല, പുരുഷന്മാർ തന്നെയാണ് വാങ്ങുന്നത്. 30 വർഷം CPM ഭരിച്ച ബംഗാളിൽ തന്നെയാണ് സോനാകാച്ചി ഇപ്പോഴും ഉള്ളത്. അവിടെ റിഹാബിലേഷന് വേണ്ടി അവർ ശ്രമിച്ചു, ഇന്നും നടന്നിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ ബ്രോത്തൽസ് ഉണ്ടാവുമ്പോഴോ സെക്സ് വർക്ക് ചെയ്യുന്ന ഇടങ്ങൾ ഉണ്ടാവുമ്പോഴോ വലിയ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് പ്രശ്നമാണ്. മെയിൽ ഫീമെയിൽ സെക്സിനകത്ത് ഒരുപക്ഷെ പ്രൊട്ടക്ഷൻ എടുക്കണം എന്നുള്ള ഒരു അവബോധം പൊതുവായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ട്രാൻസ്ജെൻഡറുമായിട്ടുള്ള ഈ ചെറിയ ഇരുട്ടിന്റെ മറവുകൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ടായിരിക്കണം ഈ സമൂഹം ഉണ്ടാകില്ല എന്ന് സമൂഹം പറയുന്നില്ല. ആണിനെയും പെണ്ണിനെയും തുല്യമായി കാണുന്ന ആണിനും പെണ്ണും പോലെ ട്രാൻസ്ജെൻഡേഴ്സിനെയും തുല്യരായിട്ട് കാണുമ്പോൾ അത് വിദ്യാഭ്യാസവും തൊഴിലും ഫാമിലിയും സമൂഹവും മാത്രമല്ല, ആരോഗ്യം ഒരു പ്രധാന കാര്യമാണ്. ഞങ്ങൾക്കും ബുദ്ധിയും ബോധവും ഉണ്ട്, വിവേകമുണ്ട്, ഹെൽത്തിനെ കുറിച്ച് ശരിക്കുള്ള അവയർനെസ് ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടും നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ഒക്കെ ചേർന്നിട്ട് ഒരുപാട് ഹെൽത്ത് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിൽ നിന്നും LGBT ഇടയിൽ നിന്നും സമൂഹത്തിന്റെ ഹെൽത്തിനെ കുറിച്ചും എസ്പെഷ്യലി സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ്, നിങ്ങൾ ഉദ്ദേശിച്ചത് അതാണല്ലോ, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസും സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസും ആണല്ലോ ഉദ്ദേശിച്ചത്. അതിനൊക്കെ ഞങ്ങൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അവെയർ ആണ്. ഇവിടുത്തെ പൊതുസമൂഹത്തെ അവയർ ചെയ്യിപ്പിക്കുന്നത് ഞങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നാഷണൽ വരുന്ന പുരുഷനെയും സ്ത്രീയെയും അവരെ ചെയ്യിപ്പിക്കുന്നത് ഞങ്ങളാണെന്ന് പറയാം. അല്ല, ആ നിലയിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ പിന്നാലെ പോകാതെ നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ അവർക്ക് വേറൊരു ആനുകൂല്യം നൽകണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ചെറുപ്പം മുതൽ അവസാനം വരെ ഇതുവരെ എത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്കൊരു ആനുകൂല്യം കൊടുക്കണം. എന്തായാലും സമൂഹം ഇവരോട്, പ്രത്യേകിച്ച് ഈ മെയിൽ ടു ഫീമെയിൽ, ആൺകുട്ടികളായി ജനിച്ചു എന്ന് മാതാപിതാക്കൾ കരുതുകയും പിന്നീട് പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നവരോട് നീചമായിട്ടാണ് ഈ സമൂഹം ഇടപെടുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങളായി ജനിച്ചത് പിന്നെ ആണുങ്ങളായി രൂപാന്തരപ്പെടുകയാണെങ്കിൽ അത്ര ഡിസ്ക്രിമിനേഷൻ ഇല്ലതാനും. അതായത് ആണോ? എനിക്കറിയില്ല. സ്ത്രീയായിട്ട് നിന്നിട്ട് തന്നെ നമ്മളിവിടെ പൊരുതി തോൽക്കാണ് സ്ത്രീകള്. അവരിതുവരെയും അവരുടെ എല്ലാ തരം പ്രിവിലേജസ് അവർ നേടിയെടുത്തിട്ടില്ല. അവിടെയാണ് ട്രാൻസ്ജെൻഡേഴ്സും വരുന്നത്. അതിൽ തന്നെ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ ആവുന്നത് സ്വന്തം ഫാമിലി, ഫോഴ്സ്ഫുൾ മാരേജ്, ധാരാളം മേഖലകളിൽ ഡിസ്ക്രിമിനേറ്റഡ് ആവുന്നുണ്ട് ഞങ്ങളെക്കാൾ ഉപരി. കാരണം ഞങ്ങൾക്ക്
സെക്സ് വർക്കോ ബെഗിങ്ങോ ചെയ്ത് ജീവിക്കാം, ഞങ്ങൾക്ക് ഏതെങ്കിലും കടയുടെ ഓരത്തോ റോട്ടിലോ കിടന്നുറങ്ങാം. പക്ഷെ അവർക്ക് അത് പറ്റത്തില്ല. അവർക്ക് പറ്റില്ല എന്നുള്ള കാരണം ഒരു സ്ത്രീയായി ജനിച്ചു, പക്ഷെ മനസ്സുകൊണ്ട് യഥാർത്ഥ ഒരു ശരിക്കും പുരുഷനാണ്, ഒരു പുരുഷനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു നീ ഒരു പെണ്ണാണ്, നീ ഒരു പെണ്ണാണ്, നീ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കേണ്ടതാണ്. അപ്പൊ സമൂഹം പൊതുവായിട്ട് അവരെ ഏറ്റവും കൂടുതൽ അവഗണിക്കുകയെങ്കിലും ചെയ്യുന്നില്ലേ, കളിയാക്കാതെ? ഇല്ല, നേരെ തിരിച്ചാണ്. എനിക്ക് അറിയാത്തോണ്ടാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഈ സമൂഹത്തിനൊരു കടമയുണ്ട്. കാരണം ഇവരുടെ വാക്കുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കിയത് ഇവർ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ. കാരണം ഇവരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. കാരണം ഇവരെ അനുകമ്പയോടുകൂടി മാത്രമല്ല നോക്കേണ്ടത്, ഇവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെതാണ്. പിന്നെ ഞാനും ഈ നഗരത്തിൽ നിരവധി ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ള ആളൊന്നും കൂടി എന്നുള്ള നിലയിൽ ഇപ്പൊ ഈ ഉയരുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ? തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ രണ്ടു തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവാറുണ്ട്. എനിക്കും നിരവധി പരാതികൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, രാത്രികാല വിഷയങ്ങളെ സംബന്ധിച്ച് ഓട്ടോക്കാരും വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ട പലപ്പോഴും ഈ പരാതികൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള സത്യതയാണ്. കാരണം പിന്നെ നാണയങ്ങൾ, നമുക്കറിയാം, നാണയങ്ങളുണ്ട്, കള്ളനാണയങ്ങളുമുണ്ട്. അത് തിരിച്ചറിയുവാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ് ഇപ്പോ ചൂണ്ടിക്കാണിച്ചതുപോലെ. ഐ ജി ശ്രീജിത്ത്, നാളെ ഒരു ക്രിമിനലിന് വേണമെങ്കിൽ ട്രാൻസ്ജെൻഡറിന്റെ വേഷം ധരിക്കാം. രാത്രികാലങ്ങളിൽ അവർക്ക് സ്വൈരവിഹാരം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്രിമിനലിനും ആ നിലയിൽ സഞ്ചരിക്കാൻ കഴിയും. ഒരുപക്ഷെ നാളെ നടക്കാനിരിക്കുന്ന കൊലപാതകം ഈ ട്രാൻസ്ജെൻഡർ വേഷത്തിലാണെങ്കിലോ എന്ന് ചോദിക്കുന്ന സാമൂഹ്യ നിരീക്ഷകരുണ്ട് നമ്മുടെ നാട്ടിൽ. നോക്കൂ, ഇത്തരത്തിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ പെട്രോളിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പരിശോധനകളും അതുകൊണ്ട് തന്നെയാണ്. രാത്രി സമയത്ത് ഒരു പരിധി കഴിഞ്ഞ് കാണുന്ന എല്ലാ വ്യക്തികളെയും ചലഞ്ച് ചെയ്യാൻ നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചലഞ്ച് എന്നാണ് പോലീസിനകത്ത് പറയുന്ന വാക്ക് തന്നെ. അപ്പൊ ആ വാക്ക് എന്താ പറയാ, നമ്മുടെ ഈ മാനസിക തലത്തിൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പണ്ട് മുതലേ ഞങ്ങൾ ശീലിച്ചിട്ടുള്ള വാക്കാണ് ചലഞ്ച്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ വേറെ ബോർഡ്സ് ചോദിക്കുക, അയാൾ ആരാണെന്ന് ചോദിക്കുക എന്നുള്ളത് പോലീസിന്റെ ജോലിയുടെ ഭാഗമാണ്. അത്തരത്തിലുള്ള ജോലികൾ ഇനിയും ഞങ്ങൾ നിർവഹിക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഈ ചർച്ചയിൽ തന്നെ ഉള്ളൊരു അനാശാസ്യമായ പ്രവർത്തനം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് സെക്സ് എന്നും നമ്മുടെ സമൂഹത്തിൽ ടാബുവാണ്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ലാത്ത ഒരു പ്രൂഡിഷ് ആയിട്ടുള്ള സമൂഹമാണ് ഇന്നും കേരളത്തിലുള്ളത്. ഇവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇവരുടെ സെക്ഷൽ റൈറ്റ്സിനെ കുറിച്ചാണ്. ഇവർക്ക് യഥാർത്ഥത്തിൽ അനുവദിക്കപ്പെടേണ്ടത് ലിവിങ് റൈറ്റ്സ് ആണ്. അത് ഇവർ തന്നെ മനസ്സിലാക്കുന്നുണ്ടോന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല സംശയമുണ്ട്. ഇവർക്ക് ജീവിക്കാനുള്ള അവകാശവും, ഇവർക്ക് മറ്റൊരുപാട് മേഖലകളിൽ ഇവർക്ക് കഴിവുകളുണ്ട്. ഒരുപാട് കഴിവുകളുള്ളവരാണ്. ഞാൻ ഇവരുടെ കഴിവുകൾ അടുത്ത് കണ്ടിട്ടുള്ള ഒരാളാണ്. ഇവർക്ക് നൃത്തം ചെയ്യാനും പാട്ട് പാടാനും കലാപരമായിട്ട് ഇവരുടെ കഴിവുകൾ നിശ്ചയമാണ്. മറ്റ് ലിംഗക്കാരുടെ എല്ലാവരുടെയും, അതായത് പുരുഷന്റെയോ സ്ത്രീയുടെയോ കഴിവിന് അപ്പുറത്തേക്കുള്ള ഒരുപാട് കഴിവുകൾ ഒളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവർ പലരും. ഇവരെപ്പോഴും ഈ ഡയലോഗിൽ ഏർപ്പെടുന്നത് ഇവരുടെ സെക്ഷൽ റൈറ്റ്സിനെ കുറിച്ചും. ഇവരെ ആൾക്കാർ, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് ഇവർ SI വന്നിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട്. അവരെ നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ SI ഉണ്ട്. ബീഹാറിലെ കണ്ട് ട്രാൻസ്ജെൻഡർ കോളേജ് പ്രിൻസിപ്പൽ ഉണ്ട്. പിന്നെ കർണാടക ഹൈക്കോടതിയിൽ ഒരു പ്യൂണായിട്ട് ആദ്യമായിട്ട് നമ്മുടെ മഞ്ജുള ചെല്ലൂർ മാഡം ജോലി കൊടുത്ത ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട്. ഇങ്ങനെയുള്ള ഇതര മേഖലകളിൽ ഇവരുടെ കഴിവുകൾ കൊണ്ടുവരാനും, അത് കൊണ്ടുവരേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവശ്യകത എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള ഇടം എന്നുള്ളതാണ്. ജീവിക്കാനുള്ള ഇടം ഇവരിപ്പോഴും എന്തുകൊണ്ടാണ് പകലിറങ്ങി നടക്കാൻ ധൈര്യപ്പെടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു വെല്ലുവിളി ഇവർ ഏറ്റെടുത്തേ പറ്റൂ. എന്നിട്ട് സമാന മനസ്കരായ ആൾക്കാരെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, നിങ്ങളും ഉണ്ട്, നികേഷ് ഉണ്ട്, ഞാനുണ്ട്, ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാട്ടില്. ഇവരുടെ എല്ലാവരുടെയും സഹായം കൈകോർത്ത് പറ്റുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇത്രയധികം ഡിസ്ക്രിമിനേഷൻ? കാരണം ഞങ്ങളെ സ്ത്രീകൾ ഫിസിക്കലി ഹറാസ് ചെയ്യാറില്ല. പലപ്പോഴും പുരുഷന്മാരാണ് ഹറാസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു പുരുഷാധിപത്യ ബോധം ഇവിടെ ഉണ്ട്. കാരണം റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡറിനെ കമന്റ് ചെയ്യുക, ഫിസിക്കലി വെർബലി ഹറാസ് ചെയ്യുക എന്നുള്ളത്, മെന്റലി ഹറാസ് ചെയ്യുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ടാബ് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്? കാരണം പോകുന്ന സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യം ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നത്.
അഥവാ എന്തെങ്കിലും ഫിസിക്കൽ ഹറാസ്മെന്റ് നടന്നാൽ അത് പരാതിപ്പെടാൻ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഹറാസ്മെന്റ് ഉണ്ടെന്ന് ഞങ്ങൾ ആരെടുത്താണ് പോയി പറയേണ്ടത്? അതുകൊണ്ട് തന്നെയാണ് ഇരുട്ടിലിറങ്ങി നടക്കുന്നത്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പകലിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. അത് നിങ്ങളെക്കാട്ടുപരി ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ അതിനിറങ്ങി നടക്കാൻ ഞങ്ങളെ അനുവദിക്കാത്തത് ഈ സമൂഹം തന്നെയാണ്. സാറ് എന്റെ കൂടെ ഒരു ദിവസം ഒന്ന് റോട്ടിലൂടെ നടന്നു നോക്കൂ. എന്നെ തുറിച്ച കണ്ണോടുകൂടി നോക്കാത്ത ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഈ സമൂഹത്തിൽ ഉണ്ടാകത്തില്ല. ഞാനൊരു മനുഷ്യനാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാത്തരം പ്രിവിലേജും അനുഭവിക്കാനുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം നിങ്ങളെക്കാൾ ഏറെ, കാരണം മാസ്കുലിനും ഫെമിനിനും അല്ല, ഇത് രണ്ടും ഉള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ മൂന്നാം ലിംഗവുമല്ല ഭിന്നലിംഗവുമല്ല, ഞാൻ മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് എനിക്ക് എല്ലാത്തരം പ്രിവിലേജുകളും ഉണ്ട്. പക്ഷെ പുറത്തിറങ്ങി നടക്കാനുള്ള സുരക്ഷ തരേണ്ടത് നിങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീ സുരക്ഷയെ മാത്രം കുറിച്ചാണ്. ഇപ്പൊ ഈ അടുത്ത പോലും DGP ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കേരളത്തിൽ ആദ്യമായി ഒരു പദ്ധതി കൊണ്ടുവരുന്നത്, സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് ആദ്യമായി ജയിലാണ്. വിയൂർ ജയിലിലാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ആദ്യമായി ജയിൽ എന്നൊരു പ്രഖ്യാപനമാണ് ആദ്യം ഈ സർക്കാർ നടത്തിയത്. അതിലുപരി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ആഗ്രഹിക്കുന്നത് നോക്കൂ, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോ ഇതിനുള്ള പരിഹാരം ഇനി എന്താണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങളെ എല്ലാവരും തുറച്ചു നോക്കുന്നു, നിങ്ങളെ എല്ലാവരും കളിയാക്കുന്നു, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഇടം നൽകുന്നില്ല. അപ്പൊ ഇതിന് ഇനി വീണ്ടും വീണ്ടും ഞങ്ങൾ ഇരുട്ടിലിറങ്ങി നടക്കാം എന്ന് പറയുകയാണോ വേണ്ടത്? അതോ എവിടെയെങ്കിലും ഈ വെല്ലുവിളി നേരിടാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയും അതിന് സമാന മനസ്കരായ ആൾക്കാരെ കൈകോർത്ത് പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്യണ്ടേ? ഇനി ഒരു വാക്കും കൂടെ ഞാൻ ശീതളോട് പറഞ്ഞുകൊള്ളട്ടെ. വിയൂർ ജയിലിലുണ്ടായ പരിഷ്കാരം പറഞ്ഞു, അത് ഇനിഷ്യേറ്റ് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ ബെഹ്റ സാറ് ജയിൽ പ്രസൻസ് DG ആയിരുന്നപ്പോഴായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ മറക്കരുത്. ഈ തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ നേരിടുമ്പോൾ, ഈ തരത്തിലുള്ള അവഗണന നേരിടുമ്പോൾ അത് നേരിടാനായിട്ട് ഇനി ഞങ്ങൾ അതുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഈ പ്രശ്നത്തിനെ നമ്മൾ ക്യാച്ച് ദ ബുൾ ബൈ ഇറ്റ്സ് ഹോൺസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലൊരു ഒരു ചൊല്ല് ഞാൻ ഇപ്പോൾ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. നിങ്ങൾ ഇനി അത് നേരിട്ടേ പറ്റൂ. നേരിടാനായിട്ട് സമാന മനസ്കരുടെ മറവിൽ സഞ്ചരിക്കുന്ന ആൾക്കാരല്ല ഭൂരിപക്ഷം ഇരുട്ടിന്റെ മറവിൽ സഞ്ചരിക്കുന്നത്. ഇവിടെ നന്നായിട്ട് ടാലന്റ് ഉള്ള അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഞാൻ ലൈംഗിക തൊഴിലാളികളായിട്ടുള്ള അവരെയും ഞാൻ അഭിമാനം ഇല്ലാത്തവരെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ലൈംഗിക തൊഴിലിനോട് ഒരു തരത്തിലുള്ള വെറുപ്പില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ചെയ്യേണ്ടത് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാനുള്ള അവസരങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെ അത് ചെയ്യേണ്ട പോലീസാണ് നമ്മളെ ഇത്തരത്തിൽ രീതിയിൽ ആക്രമിച്ചതും അതിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഇവിടെ എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഇന്ന് ഞാൻ ഡെൽസയിൽ പോയി സംസാരിച്ചപ്പോൾ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് വന്നത് ഇവർ 3 പേരും KSRTC ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ശ്രീജിത്തിന്റെ അധികാര പരിധിയിൽ പെടാത്തൊരു കാര്യമായതുകൊണ്ട് സംസാരിച്ച് അതിലൊരു തീർപ്പ് നൽകാൻ കഴിയുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ അധികാര പരിധിയില്ലെങ്കിലും ഇരുട്ടിന്റെ മറവിൽ നടക്കാൻ അവർ ആഗ്രഹിക്കുന്നു, ഇനിയും അങ്ങനെ നടക്കും എന്നൊരു ഒരു സംഭവമൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്, IG പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ തെറ്റാണ്. കാരണം ആ ഒരു മേഖലയിലേക്ക് പോവാണ്ട് തന്നെ ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ തട്ടുകൾ നടത്തുന്ന ആളുകളുണ്ട്, തട്ടുകൾ നടത്തി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഒരു ഹോട്ടൽ സംവിധാനം തുടങ്ങാൻ പോവാണ് ട്രാൻസ്ജെൻഡേഴ്സ് കേരളത്തിൽ, അല്ലെ? അതെല്ലാം അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ജീവിക്കണമെന്നുണ്ട്. ഈ ഒരു ജോലി എടുത്ത് ജീവിക്കണം ഒരാളും ആഗ്രഹിക്കില്ല. ആരെങ്കിലും ആഗ്രഹിക്കും അങ്ങനെ? പക്ഷെ നല്ല ഈ സമൂഹം അംഗീകരിക്കപ്പെടുന്ന ജോലി എടുത്ത് ജീവിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉൾപ്പെടെ ഇതിലേക്ക് പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ സമൂഹം അതിന് കുറ്റവാളികളാണ്. ഈ ഹെജിമണി അതിന് കുറ്റവാളികളാണ്. സാർ, നമ്മളിപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴും ആര് വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴും പോലീസിന്റെ സംരക്ഷണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് വേറൊരു സത്യം. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഈ രാത്രി പാലത്തിന്റെ അടിയിൽ, ഈ ചിറ്റൂരിലെ ഈ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ഇവര് എന്തിനാണ് അവിടെ ഈ പാതിരാത്രിക്ക് വന്ന് തമ്പടിക്കുന്നത് എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പരിസരവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ട്, ഒരു ഭീഷണിയുണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്ക് ഒരു ID കാർഡ് കൊടുക്കുക, ഇവർക്കൊരു രാത്രികാല അഭയകേന്ദ്രം കൊടുക്കുക. കൊച്ചി നഗരസഭയ്ക്ക് ചെയ്യാൻ ഇവർക്ക് രാത്രികാല അഭയകേന്ദ്രം താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കാം. ഇവർക്ക് ID കാർഡ് കൊടുക്കാം, ഇവർക്ക് രാത്രി അവിടെ വന്ന് താമസിക്കാം, രാവിലെ കുളിച്ച് വൃത്തിയായി ഫ്രഷായി പോവാം. തീർച്ചയായിട്ടും ട്രാൻസ്ജെൻഡേഴ്സിൽ ക്രിമിനൽസ് അല്ല, ട്രാൻസ്ജെൻഡേഴ്സും ഈക്വൽ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ആദ്യം കൊണ്ടുവന്ന അതും ഒരു ജയിൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡ്രോപ്പിംഗ് സെന്റർ ആയിരിക്കും. പക്ഷേ കുറ്റവാളികൾ ഇടുന്ന ജയിലല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഇത്രയും പ്രശ്നങ്ങളും ഫാമിലിയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട്, കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ വരുമ്പോൾ കിടക്കപ്പാടമില്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു സർവേ നടത്തി അങ്ങനെയുള്ളവർക്ക് താമസിക്കാൻ രാത്രിയും പ്രോബ്ലം മുഴുവൻ പറയുന്നതിന്റെ ബാക്കി ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ എന്തുകൊണ്ടാണ് കൂടുതൽ എതിർപ്പുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ കടയടയ്ക്കുന്നു,
കടയടച്ചു കഴിയുമ്പോൾ അവിടെ ഒരു ഇരുട്ട് നിങ്ങൾ ആ സ്ഥലം കയ്യേറുന്നു എന്ന് പറയുമ്പോൾ ആ കടക്കാരൻ നിങ്ങൾക്കെതിരാകുന്നു, അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ളവർ നിങ്ങൾക്കെതിരാകുന്നു എന്നുള്ളതാണ്. അല്ല, അത് ഒരു സത്യം അത്. പക്ഷെ മറ്റൊരു സത്യം വേറെയുണ്ട്. കാരണം ഇവരെ തേടി അവിടെ ആൾക്കാർ വരികയാണ്. അതാണ് അതിനും വലിയ പ്രശ്നം. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടത് ആദ്യം കിടക്കപ്പാടമില്ലാതെ ഈ രാത്രിയിലും പകലും ഒരു ഐഡന്റിറ്റി ഇല്ലാതെ ഇറങ്ങി നടക്കാതെ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളായി ജീവിക്കാൻ, ഞങ്ങൾക്ക് ഞങ്ങളായി സുരക്ഷിതമായി താമസിക്കാൻ ജയിലല്ല ആവശ്യം, ഞങ്ങൾക്കൊരു ഡ്രോപ്പിംഗ് സെന്റർ. അതല്ല, ജയിൽ എന്ന വാക്ക് നിങ്ങൾ ഉപേക്ഷിക്ക്. അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് രാത്രി വന്ന് സുഖസൗകര്യമായി അവിടെ താമസിച്ച് രാവിലെ നിങ്ങളുടെ ജോലി തേടി നിങ്ങൾക്ക് പോകാം. അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഇപ്പൊ മന്ത്രി ആയിക്കോട്ടെ, ആരും അല്ല, സ്ഥലം നോക്കുകയാണെങ്കിൽ 10 വർഷം മുമ്പ് നമ്മൾ ഇവിടെ നമ്മള് അതിപ്പോ ഞാൻ പറഞ്ഞത് അല്ല, ഇതിപ്പോ നിങ്ങൾ 10 വർഷം മുമ്പ് എറണാകുളത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മുരുകൻ പറഞ്ഞ പോലെ 2 ആൾക്കാർ മാത്രമേ ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇന്ന് 28 വർഷമായിട്ട് ഇവിടെ കൊച്ചി നഗരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. 2 ആൾക്കാരെ 10 വർഷം മുമ്പ് ഞാൻ എറണാകുളം സിറ്റിയിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആളുകൾ കൂടെ. അപ്പൊ ഇതിന് അതിന്റെ അവകാശങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അതിനു വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ പടിക്കയിലോ അല്ലെങ്കിൽ നിയമസഭയുടെ മുമ്പിലൊക്കെ പോയിട്ട് നിങ്ങൾ സമരം ചെയ്യണം. അല്ല, അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടോ, അവകാശത്തെ മേടിക്കേണ്ട രീതിയാണ് ഇപ്പൊ. ഇതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്ത് മേടിക്കണത്. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും സംഘടനകളാണെങ്കിലും നിയമപരമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിലൊക്കെ ഇത്തരത്തിൽ സമരം ചെയ്താണ് അവകാശങ്ങൾ മേടിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഡ്രോപ്പിംഗ് സെന്റർ വേണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അത് കൊടുക്കാതിരിക്കുമ്പോ എങ്ങനെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ യുവത്വം അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികൾ ഇവരെങ്ങനെ ജീവിക്കും? വേറെ എന്താണ് വഴി? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ചെറുപ്പത്തിൽ നമ്മളുടെ മാതാപിതാക്കളാൽ ബഹിഷ്കൃതനാകുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വിചാരിക്കുക. നമ്മളെ എവിടെയാണ് നമുക്ക് അഭയം തരുന്നത് അവിടേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടും, ആ ഷെല്ലിലേക്ക് നമ്മൾ മാറും. അപ്പൊ നമുക്ക് ഈ പറയുന്നതൊക്കെ സംസാരിക്കാൻ അധികാരം കയ്യിലുള്ളവർ, ഞാൻ രാജഗിരി കോളേജിൽ പോലും ജോലി കിട്ടിയിട്ടില്ല. അധികാരം കയ്യിലുള്ള ആളുകൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കുറെ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ബഡ്ജറ്റിൽ പണം അനുവദിച്ചെന്ന് പറയുന്നു, പല കാര്യങ്ങൾ പറയുന്നു, പക്ഷെ എവിടെ കിട്ടുന്നു? അവിടെയാണ് പ്രശ്നം. അവിടെ നിങ്ങൾ ചോദിക്കണം. അവിടെയാണ് നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ നിൽക്കും. ഒരു ഷെൽട്ടറെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഒരു വലിയൊരു ഹോള് ഈ നിൽക്കുന്നില്ലേ, വിസിബിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കിടക്കാൻ ഒരു ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ ആദ്യം ഞങ്ങൾക്കുള്ള ഒരു കോളമാണ്. എത്ര ജോലിക്ക് അപേക്ഷിക്കുന്ന കോളങ്ങളുണ്ട്? മൂന്നാമത്തെ കോളം എവിടെയുണ്ട്? എവിടെയാണ് ഞങ്ങൾ എവിടെ അപേക്ഷിക്കേണ്ടത്? 8 വർഷമായി. മാത്രമല്ല, ഞാൻ 9 വർഷത്തോടെയും ജോലി ചെയ്തു. 9ാമത്തെ വർഷം ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞപ്പോൾ എന്റെ ജോലി പോയി. ഞാൻ ജനിച്ചത് XXY ക്രോമസോമോടെയാണ്. ഇന്ന് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല. 12ഓളം ഗുളികൾ കഴിച്ചിട്ടാണ് ഒരു രാത്രി ഞാൻ ഉറങ്ങുന്നത്. ഇപ്പോൾ ഉറങ്ങാൻ പോലും സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. ഒത്തിരിയേറെ അസുഖങ്ങളും പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പെൻഷൻ തരണം, അല്ലാതെ 60ാമത്തെ വയസ്സിൽ സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന പോലെ പെൻഷൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് വി ആർ ബോൺ ലൈക്ക് ദിസ്. അതല്ലാതെ മറ്റേ കേരള ട്രാൻസ്ജെൻഡേഴ്സ് പോളിസി വന്നപ്പോൾ സാരി കൊടുത്ത് ചുരിദാറിട്ട് വന്ന ആൾക്കാരല്ല. വി ആർ ഹിയർ വിത്ത് യു. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്, ബിക്കോസ് ദിസ് ഇസ് എ റിയാലിറ്റി. ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം, ഞങ്ങൾക്ക് നിങ്ങളുടെ അംഗീകാരവും വേണം. ഞാനിവിടെ 14 ഡിസ്ട്രിക്ട്സിലും ഇതുപോലെ തന്നെയാണ്, രാവും പകലും ഇതുപോലെ നടക്കുന്നത്. എനിക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. പക്ഷേ പൊതുസമൂഹം തുറച്ചു നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും. പ്രത്യേകിച്ച് ചെറിയ പിള്ളേർ നമ്മളെ കണ്ട് എന്തോ ഒരു മാനത്തത് പൊട്ടി വീണ പോലെയാണ് നമ്മളെ നോക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇത്രയും എൻ്റെ ശരീരത്തിലുള്ള ഇത്രയും ഡിഫറൻസസ് എൻ്റെ ബോഡി തന്നെ ഉള്ളതാണ്, അതല്ലാതെ ഞാൻ വെച്ച് കിട്ടുന്ന ഒന്നുമല്ല. ദിസ് ഈസ് ലൈക്ക് ഇൻബോൺ ഇൻ മീ. സോ എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ദാറ്റ് ഈസ് നമ്മുടെ ജെൻഡർ നോക്കി ജോലി കൊടുക്കുന്ന സമയത്ത് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിന് ഇപ്പൊ എന്താ ഉള്ളത്? വി ആർ ഓൾസോ പേയിങ്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സാർ, PG കഴിഞ്ഞ ആൾക്കാർ ഇവിടെ അവയർനെസ് കൊടുക്കുന്നുണ്ട് സാർ. ഇതുവരെയും PG കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, ശ്രീ എന്ന് പറഞ്ഞിട്ട്, ഇതുവരെ ജോലിയില്ല. അപ്ലൈ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും ശീതളും കൂടിയാണ് അന്ന് ലോ സെക്രട്ടറിക്ക് പരാതി കൊടുത്തത്. അതിന്റെ ഫോളോ അപ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. PSC പറഞ്ഞു നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ്, നിങ്ങൾ അപ്ലൈ ഇത്തരം ആളുകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു നേരം ചോറ് കൊടുക്കാനോ ഒരു പാത്രത്തിൽ വിളമ്പി കൊടുക്കാനോ ഈ പറഞ്ഞ ആൾക്കാർ വരില്ല. പക്ഷെ മറിച്ച് അവരുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടാൻ എല്ലാവരും തയ്യാറാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് മാറണം. അത് ആരുടെ കാഴ്ചപ്പാട് മാറണം? ബുദ്ധിയുള്ളവന്റെ കാഴ്ചപ്പാട് മാറണം. ആ സാഹചര്യമൊക്കെ നിങ്ങൾ
കൈകാര്യം ചെയ്യണം ശീതൾ. തീർച്ചയായിട്ടും ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. ഒറ്റ ദിവസം കൊണ്ട് പോളിസി ഉണ്ടായിട്ടുള്ളതല്ല. അതുപോലെ ഇന്ന് കാണുന്ന ചില സൗകര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഈ സൗകര്യക്കാൾ ഉപരി ഒരു സുരക്ഷയാണ് അത്യാവശ്യം. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷ, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സുരക്ഷ. കാരണം ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം എന്നുള്ളത്. അല്ല, ഈ സുരക്ഷ എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പോലീസും സാമൂഹ്യ വിതരണം ഒരുമിച്ച് ഉപദ്രവിച്ചതുകൊണ്ട് എന്തുകൊണ്ടാണ് 12 കോടി സ്ത്രീകൾക്ക് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഗവൺമെന്റ് ചെലവാക്കുന്നത്? കാരണം അറിയാം, ഗുൺഫും കരാട്ടയും കുരുമുളക് സ്പ്രേ ഉപയോഗിക്കാനല്ല ഇവിടുത്തെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആൺകുട്ടിനെയും പെൺകുട്ടിനെയും അഭിമാനത്തോടുകൂടി പരസ്പരം മനസ്സിലാക്കാനാണ് പഠിക്കേണ്ടത്. ആ രീതിയിലേക്കാണ് ഞങ്ങളെയും കൊണ്ടുപോകുന്നത്. ഞങ്ങൾ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഗുൾഫും കരാട്ടയും ഒന്നും പഠിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ മുഖത്ത് അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും. അതാണായാലും പോലീസായാലും. കാരണം ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് വിലയുണ്ട്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കണം. പലപ്പോൾ പോലീസ് വെല്ലുവിളിയല്ല ഇത്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കണം. മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇതേപോലെ ട്രാൻസ്ജെൻഡർ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. അവിടെയും ധാരാളം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരെയും സ്വന്തം അച്ഛനമ്മമാരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ പലരും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഇപ്പൊ അടുത്ത് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രതിക യാഷ്നി എന്ന് പറയുന്ന പോലീസ് ഒരു ഞങ്ങളുടെ വ്യക്തി വന്നു. മനോബ് മുഖോപാധ്യായ, ആദ്യത്തെ പ്രിൻസിപ്പൽ, ധാരാളം പേര് അവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ എന്തുകൊണ്ടും ഇവിടുത്തെ ആണാധികാരബോധവും ഇവിടുത്തെ സദാചാരബോധവും ഏറ്റവും അധികം കളിയാക്കുന്നത് സ്ത്രീകളെക്കാൾ ഉപരി ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് ഇന്നത്തെ കാലത്ത്. പോലീസും സാമൂഹ്യ വിരുദ്ധരും ഒരുപോലെ പോലീസ് ഒരു സമയത്തും സാമൂഹ്യ വിരുദ്ധരും ഒരു സമയത്തും അല്ല. പോലീസും സാമൂഹ്യ വിരുദ്ധരും ഒരുമിച്ച്, മോറൽ പോലീസിങ്ങും കേരള പോലീസും ഒരുമിച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് കുറേ പേര് എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് 10 മണി എന്ന് പറയുന്നത് എറണാകുളം സിറ്റി സംബന്ധിച്ചോട് റൺ ടൈം അല്ല. അതൊരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഞാൻ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കുറേ പേര് എന്നെ അടിച്ചു. ആ കംപ്ലയിന്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. കംപ്ലയിന്റ് ഫോളോ അപ്പിനുണ്ട്. കംപ്ലയിന്റ് കൊടുത്തിട്ട് ഇന്ന് 4 ദിവസം 5 ദിവസമായി അന്വേഷിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ഇന്ന് ഞാൻ വിളിക്കാൻ പറഞ്ഞത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. കഴിഞ്ഞ ദിവസം കംപ്ലയിന്റ് ഫോളോ അപ്പിനുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ കൂടിയിരിക്കുന്ന പോലീസുകാരുടെ മുമ്പിൽ നിന്ന് അവിടെ കംപ്ലൈന്റ്, ഹസ്ബൻഡിനെതിരെ ഹസ്ബൻഡിന്റെ ഭർത്താവ് പീഡിപ്പിക്കുന്നു, ഭർത്തൃ പീഡനം ഉണ്ടെന്നും പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാൻ ഒരു സ്ത്രീ എന്നോട് ചോദിക്കുക, നിങ്ങൾ ആണ് പെണ്ണായിട്ട് നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമുള്ളതെന്ന്, നിങ്ങൾക്ക് എന്ത് പോലീസ് ചിരിക്കേണ്ടായത്? പെൺകുട്ടികൾ വരെ മോഹിക്കുന്ന ഒരു കവർ ഫോട്ടോയില് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആണ് വനിത എന്ന് പറയുന്നത്. ഒരുപാട് ആരും അച്ചീവ്മെന്റ് നടത്തവരല്ല. തല്ലിച്ചാച്ചത് അവള് കരഞ്ഞു പറഞ്ഞ ഫ്രാക്ചർ ആണ്. അത് അനന്യയുടെ കാര്യം. ഇപ്പൊ 4 ദിവസത്തെ കംപ്ലൈന്റ്, ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്നെ പട്ടിയെ പോലെ ഇട്ട് അടിച്ച് റോഡിലോട്ട് ഒഴിച്ചിട്ട്, ആദ്യം ഈ ദീപ്തി എന്ന് പറഞ്ഞ ആളെയാണ് അടിച്ചോടിക്കുന്നത്. ഇത് ഞാൻ കണ്ട് ഞെട്ടി സ്ട്രഗ് ആയിട്ട് നിൽക്കുക. അടുത്ത ആളെ അടിക്കുന്നത്. അപ്പൊ ഞാൻ എന്താണെന്ന് തൃശ്ശൂർ വെച്ച്, എന്നിട്ട് ഞാൻ സാരിയാണ് കൊടുത്തത്. എന്റെ സാരി 1.5 മാസമായിട്ടുള്ളൂ. എനിക്ക് ഓടാൻ വയ്യ. ഓടാ, നീ എന്തുകൊണ്ട് ഓടുന്നില്ല? ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ സാരി. എന്റെ സാരി പൊക്കാൻ വന്നപ്പോ ഞാൻ ഈ കൈ ഇങ്ങനെ ആക്കിയപ്പോ എന്റെ കയ്യിലടിച്ചു. ഇവിടെ നോക്കി എത്ര ബ്രൂട്ടലായിട്ട് അടിച്ചു. സർജറി കഴിഞ്ഞ് 2 മാസമായിട്ടുള്ള അയാള് പട്ടയിട്ട് അടിക്കുന്ന പോലെ ഇവിടുന്ന് 1 കിലോമീറ്റർ അടിച്ചോടിച്ചത്. ഇവിടെ എന്റെ ഇവിടെ ഈ കൈ നോക്ക്. അതും അടിക്കുന്നത് പോടാ ഇവിടെ നിൽക്ക്, നിങ്ങളിവിടെ കണ്ടുപോകുന്ന ഒരു കാര്യം ചോദിച്ചു, നിയമം എന്തുകൊണ്ട് പോലീസ് ഞങ്ങളെ പട്ടിക്ക് പോലും ഇങ്ങനെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്? ഞങ്ങളെ പട്ടി അടിക്കുന്ന പോലെ ഇത്ര നികൃഷ്ടമായി ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരൊറ്റ പോലീസുകാർ പോലും വന്ന് തിരക്കിയില്ല. ഇത് എന്താണെന്ന് പോലും. ഇന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വന്നത്. എന്നെ അഡ്മിറ്റ്, ഞാൻ തല കറങ്ങി വയ്യ. ആള് പറഞ്ഞു എനിക്കൊന്ന് ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു. എനിക്ക് വയ്യാതെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ബെഡിൽ പോലും കിടക്കാൻ എനിക്ക് അലൗഡില്ല. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ എന്റെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടാണ് 24 മണിക്കൂർ. സാറ് പറയുന്നു ഞങ്ങൾ വെളിയിൽ നടക്കുന്നില്ലെന്ന്. ഞാൻ 3 വർഷം കൊണ്ട് എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ട് ഞങ്ങൾ നടക്കുന്നവരാണ്. ഞങ്ങൾ ആരും രാത്രികാലങ്ങളിൽ മാത്രം നടക്കുന്നവരല്ല. ഞങ്ങൾ പബ്ലിക്കായിട്ട്, ചിലർക്ക് ചിലപ്പോൾ പകൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ അവർക്ക് പേടിയാണ്. ഇതിൽ സർജറിയിലൂടെ ആണെങ്കിലും പോയപ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതാണ് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പൊക്കോളാൻ. പുരുഷനായിട്ടുള്ള ഒരു പോലീസ് ശാരീരികമായ സ്ത്രീയായിട്ടുള്ള ഒരു സ്ത്രീ അടിക്കാൻ എന്ത് അധികാരമുള്ളത്? പബ്ലിക് എല്ലാരും നോക്കും, ആരും പ്രതികരിച്ചില്ല. 3 പോലീസുകാർ പട്ടിയിട്ട് അടിക്കുന്ന പോലെ അടിച്ച്. നിങ്ങൾ ഇതെല്ലാം പറയുന്നുള്ള എന്ത് നിങ്ങളുടെ ആ സദാചാരം എവിടെ പോയി? പറയൂ. പ്രതിനിധിയാണ്, ഈ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയാണ് ആ സംസാരിക്കുന്നത് അല്ലേ? നിങ്ങളെ ഈ സമൂഹത്തിന് വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങളെ പോലുള്ള സമൂഹം നോക്കി നിന്ന് പട്ടിയെ പോലെ ഇവിടുന്ന് 1 കിലോമീറ്റർ അടിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഒരു പോലീസ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയൻ സഖാവിന്റെ മുമ്പിൽ
ഈ പാവം മനുഷ്യർ പട്ടിയെ പോലെ യാചിക്കുകയാണ് അവർ. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയും ഇതിന്റെ കാര്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് സ്ത്രീകൾക്ക് പ്രത്യേക നിയമമുള്ള ഈ സംസ്ഥാനത്ത് ഒരു സ്ത്രീയായ ശാരീരികമായ സ്ത്രീയായ സർജറിയിലൂടെ ആണെങ്കിലും 2 മാസം മുമ്പ് ശാരീരികമായി പൂർണ്ണമായി സ്ത്രീകളായവരാണ്. ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്യാൻ പബ്ലിക്കില് എന്ത് കാരണത്തിന്റെ പുറത്താണെങ്കിലും പുരുഷനായിട്ടുള്ള പോലീസിന് എന്ത് അധികാരമുള്ളത്? അവരവിടെ നിൽക്കുമ്പോൾ എന്താ കാര്യമെന്നോ സംശയം തോന്നിയാൽ ആരെയും ചോദ്യം ചെയ്യാൻ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും. എത്ര മണിക്കാണ് നിങ്ങൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത്? ഒരു 11:30 ശേഷം. ഞാൻ ബാംഗ്ലൂർ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാംഗ്ലൂർക്ക് പോകണം എനിക്ക്. അപ്പൊ ബസ്സിന് ടൈം നോക്കാം എന്നുള്ള ഹോട്ടലിൽ കയറി ചായ കുടിച്ച് പുറത്തിറങ്ങിയേക്കാം. ഒരു ചോദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. 3 മെയിൽ പോലീസ് വന്ന് ജീപ്പ് ഞങ്ങളെ ഫ്രണ്ടിൽ നിർത്തുന്നു, ഇറങ്ങി ചൂറിൽ കൊണ്ട് അടിക്കുകയാണ്. അടിച്ചിട്ട് പോടാ നിങ്ങളിന്ന് ഇവിടെ കണ്ടുപോയെന്ന് പറഞ്ഞു. എന്റെ കാല് ആക്സിഡന്റ് ആയിട്ട് ബാൻഡേജ് ഉണ്ടായിരുന്നു. ഒരു വാക്കു സംസാരിക്കുന്നില്ല അവര്. ഒന്ന് ചോദിക്കുന്ന പോലും ഇല്ല ഇവിടെ. പറയേണ്ട കാര്യമില്ലോ. കണ്ടാൽ അറിഞ്ഞൂടെ സാറേ? എങ്ങനെയാണ് ഒരു ദീപ്തിനെ കണ്ടാൽ ആണ് പെൺവേഷം കെട്ടിയ ലുക്കാണ് ദീപ്തി ലോകമെമ്പാടും എന്നെയാണ് ഫസ്റ്റ് അടിക്കുന്നത്. പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നമുക്ക് 140 MLA-മാരാണ് ഉള്ളത്, 20 MP-മാരുണ്ട്. ഇത്തരത്തിലുള്ള MLA-മാരെ MP-മാരൊക്കെ ഇവർക്ക് വേണ്ടി മുന്നോട്ട് വന്ന് അതിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്തരം ആളുകൾക്ക് വേണ്ടി ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുമായിട്ടോ ആഭ്യന്തര വകുപ്പ് വായിക്കുക സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയുമായിട്ടൊക്കെ സംസാരിച്ച് ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു സുരക്ഷ. ഇപ്പൊ സാർ ഇപ്പൊ നമുക്ക് കുട്ടികളുടെ കാര്യത്തിലാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ജൂനിയൽ പോലീസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം നമുക്ക് ജില്ലയിൽ തന്നെ ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഇവർക്കൊരു പ്രശ്നമുണ്ടായാൽ ഇവരുടെ കാര്യങ്ങൾ പരിശോധിക്കാനും വെരിഫൈ ചെയ്യാനും നമുക്ക് പോലീസ് സംവിധാനത്തിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ പറ്റുന്നതാണ്. അത് ആഭ്യന്തര വകുപ്പ് വിചാരിക്കണ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇവർക്ക് വേണ്ടിയുള്ള ചെയ്യാൻ നമ്മളെ പോലുള്ള ആളുകൾ ഇവരുടെ പരാതി പോലീസ് തല്ലിയെന്ന് മാത്രമല്ല ആശുപത്രി അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. അതൊക്കെ മനുഷ്യാവകാശ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു മരുന്നൊക്കെ വെച്ച് കയ്യിന്റെ മുകളിൽ വെച്ചു. എനിക്കൊരു പെയിൻ കില്ലറിന്റെ ഇഞ്ചക്ഷൻ ആണ് തന്നത്. എന്നിട്ട് പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് അഡ്മിറ്റ് ആവണം, ആ കുട്ടിക്ക് തല കറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. എന്തോ അത് പറ്റില്ല അത്ര തന്നെ. ചോദിച്ചില്ല എന്ന് മാത്രമല്ല ഇത്രയും കയ്യിലെ ഈ മുറിവുകൾക്ക് 4 ദിവസത്തെ പഴക്കമുണ്ട്. 4 ദിവസം മുമ്പ് ഈ മുറിവുകളുടെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ഞാൻ ആ സമയത്ത് ശീതളെ വിളിച്ചിരുന്നു. എന്തുകൊണ്ട് ഡോക്ടർ അവർ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല? അവർക്ക് പ്രത്യേകിച്ച് മുറിവൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതേപോലെ ചോര ഒലിച്ച് നിൽക്കുന്ന ഒരാളെ എന്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല? സാർ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. ഒബ്സർവേഷൻ ഒന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് തരേണ്ട ട്രീറ്റ്മെന്റ് ദീപ്തിയുടെ OP ടിക്കറ്റിൽ എഴുതിയത് ദീപ്തി കാലിന് ഫ്രാക്ചർ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അലീനയുടെ OP ടിക്കറ്റിൽ എഴുതി നടുവേനായിട്ട് വന്നില്ല. ഇയാളുടെ മാത്രമാണ് പോലീസ് അടിച്ചു എന്നുള്ളത്. മാത്രമല്ല അതിൽ എഴുതിയിട്ടുള്ള കാര്യം ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടറുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പേര് പറയാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഹോസ്പിറ്റലിലെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പല സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് ഞങ്ങളെ പോലുള്ള ആളുകൾ ഈ വഴിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരെ പോലും പരിശോധിക്കാൻ അവർ തയ്യാറല്ല സാർ. കുറെ പേരെ ഏതൊക്കെയോ രാജ്യത്ത് ഡോക്ടറായി പഠിച്ചു വരുന്ന ആൾക്കാരെ ട്രെയിനി ആയിട്ട് കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. ഒരു ചീട്ട് എടുത്ത് ഒരാളെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ വേറെ വിഷയമാണ്. പക്ഷേ ഈ വിഷയം കാർഡ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മണിക്കൂറോളം അദ്ദേഹം ഫോണിലായിരുന്നു. ഞങ്ങൾ 3 പേരോട് മൊബൈൽ ഫോണിൽ സംസാരിക്കും 1 മണിക്കൂറോളം. യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്തവരാണ്. എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണം. പറഞ്ഞോളൂ, എന്തുകൊണ്ടാണ് സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നത്? സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിഷയങ്ങളല്ല. പോലീസ് ഈ നിലയിൽ ക്രൂരമായി ഇവരെ നേരിട്ടാൽ സമൂഹത്തിന് മിണ്ടാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇവർ നേരിടുന്ന പ്രശ്നം അങ്ങേയറ്റം ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. സമൂഹത്തിൽ ഇവരെ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന നിലയ്ക്കാണ് സമൂഹത്തിന്റെ പൊതുബോധം തന്നെ ഇവരെ നോക്കിക്കാണുന്നത്. പക്ഷേ ഞാൻ പോസിറ്റീവായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഈ ട്രാൻസ്ജെൻഡർ വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പോ ഞങ്ങളുടെ സംഘടന കഴിഞ്ഞ വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. അതൊരു വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റമായിരുന്നു. അതുപോലെ ശീതൾ ശ്യാം ഉൾപ്പെടെയുള്ള ആളുകളെ കോളേജ് യൂണിയന്റെ പരിപാടികൾക്ക് പൊതുവേദികളിൽ പങ്കെടുപ്പിക്കാൻ, അങ്ങനെ ബോധപൂർവം അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അങ്ങനെ അവരുടെ
ആശയങ്ങൾ. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ ശീതൾ? അതോ അല്ല, അത് ഒരാൾക്ക് മാത്രം മെമ്പർഷിപ്പ് ഇതുവരെ എടുത്തിട്ടുള്ളൂ. അത് SFI പരിശോധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ SFI നിൽക്കേണ്ടത് എന്നുള്ളത്. മന്ത്രിമാരെടുത്ത് നിങ്ങൾക്ക് ഇത്ര, അതായത് ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടന 15 ലക്ഷത്തോളം അണികളുള്ള വിദ്യാർത്ഥി സംഘടനയായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കേണ്ടതാണ്. നിങ്ങളുടെ സംഘടനകൾ സംസാരിക്കേണ്ടത്, നിങ്ങളുടെ അധികാരികൾ സംസാരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ്. ആ 3 പോലീസ് എന്ന് പറയുന്നത് പുരുഷ പോലീസാണ്. അവരെ 3 പേരും ഇന്നാണ് അവർ പുറത്തു വിട്ടിട്ടുള്ളത്. ആ 3 പേരെയും ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്, സഹോദരികളാണ്, ഞങ്ങൾ മനുഷ്യരാണ്. നിങ്ങളെ പോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കലാലയങ്ങളിൽ ജീവിക്കാനും പഠിക്കാനും ഒക്കെ തന്നെ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവസാനിച്ചിട്ടില്ല. ഇവിടെ എന്റെ സുഹൃത്ത് ചർച്ചയുടെ ഭാഗമായി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇവർ വേണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയി നിന്ന് സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തോട്ടെ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ അങ്ങനെയല്ല കാണേണ്ടത്. ഇവരും മനുഷ്യരാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഇവർ മാത്രം സംഘടിച്ചാൽ പോരാ. ഈ പൊതുസമൂഹവും ഇവർക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ഇവരെ ഒരു മനുഷ്യരായി ജീവിക്കാനുള്ള പൊതുസമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ അതിക്രമത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനിടയിൽ താങ്കൾ ഡിസ്കഷൻ ആണെങ്കിൽ ഈ കസാരയൊക്കെ നിറഞ്ഞു കവിഞ്ഞേനെ. ഞങ്ങൾ സെലിബ്രിറ്റികളല്ല, ഞങ്ങൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാകണം. ഈ കസാരകളിൽ നിന്ന് ആൾക്കാരില്ലാത്ത, അല്ല അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കാൻ ആളുണ്ട്. പക്ഷെ നമ്മള് പോലീസിനെ മാത്രം ചികിത്സയോട് മാറുന്ന വിഷയമല്ലത്. ഈ ഇവിടെ ശീതൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഡിവൈഎഫ്ഐയും SFIയും മെമ്പർഷിപ്പ് നൽകും എന്ന പ്രഖ്യാപനം നടത്തുന്നു. ശീതൾ പറയുന്ന ഒരാൾക്കാണോ മെമ്പർഷിപ്പ് നൽകിയത്? നന്ദന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ്. അപ്പൊ അതൊരു ഫാഷനാണോ? ഇതൊരു ഫാഷനല്ല. സ്വാഭാവികമായിട്ടും ഒരാളിലോ അല്ലെങ്കിൽ അധികം പേരിലേക്കോ എത്തുക, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതല്ല. ഇവർ കൂടി മനുഷ്യരാണ് എന്ന ഒരു വലിയ സന്ദേശം നൽകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അല്ലെങ്കിൽ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു പ്രതീകാത്മക രീതിയിൽ മാത്രമേ SFIയും DYFIയും പോകുന്നുള്ളൂ എന്ന് അവരാണ് ആദ്യം വന്നത് നിങ്ങൾക്കൊപ്പം. പക്ഷെ എങ്കിൽ പോലും അതും പ്രതീകാത്മകതയിൽ ഒതുങ്ങുന്നുണ്ടോ? അല്ല, അതൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം ഇവർ തരുന്നത് ഒരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷെ കൂടെ നിൽക്കാനായിട്ട് ഇവരുടെ അണികളുടെ ആവശ്യകത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഇടതുപക്ഷം വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഇടതുപക്ഷം പിടിച്ചു നിർത്താൻ പറ്റുന്ന പോലീസാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്തുകൊണ്ട് പോലീസിനെ പിടിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. BJPയുടെ ഇവിടുത്തെ തീർച്ചയായിട്ടും സുഹൃത്ത് സൂചിപ്പിച്ചു. നിങ്ങൾ BJPക്കാർക്കൊക്കെ എന്തുകൊണ്ട് ഇവർക്ക് വോട്ടുണ്ടല്ലേ? ഇപ്പൊ വോട്ട് തുടങ്ങി. തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തമായ നയം രൂപീകരിച്ചിട്ടുള്ള ഒരു സർക്കാരാണ്. കേരളത്തിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു. എനിക്കറിയാം ശ്രീ മല്ലിക എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പോലും അവരുമായിട്ട് എത്രയോ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അവർ ഞങ്ങളുമായിട്ട് ഉള്ള ബന്ധം കാരണം പരസ്പരം സഹായിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. അടികൊണ്ടപ്പോൾ നിങ്ങളെ ആരും കണ്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് തീർച്ചയായിട്ടും അത് പ്രതികരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞ തൃശ്ശൂരിലെ ഒരു അടി ഉണ്ടായി ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണെന്ന് ഞാൻ വിചാരിച്ചു. കേരള പോലീസ് ആരെ അടിച്ചാലും, അത് ഇവരെ അടിച്ചാലും കുട്ടികളെ അടിച്ചാലും, അത് SFI ABVP ആരെ അടിച്ചാലും അടിച്ചത് തന്നെയാണ്. കേരള പോലീസിന്റെ വ്യക്തമായ നയം ഇപ്പൊ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ഇതിൽ ചോദിച്ചിട്ട് ആർക്കും അത് ചോദിക്കാൻ സാധിച്ചിട്ടില്ല. ഒരാഴ്ച 7 ദിവസം ആവുന്നു. ഈ 7 ദിവസത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുടെ ഞങ്ങളെ സംബന്ധിച്ച് ഇവരെ കോളേജിൽ കൊണ്ട് ഒരു പ്രദർശന വസ്തുവാക്കുക, അതിലൂടെ ആളുകളെ സ്വീകരിക്കുക, ആ നയമൊന്നുമില്ല. അവർ ഞങ്ങളുടെ കൂടെയാണ്. അവരെ പ്രത്യേകിച്ച് ഒരു സ്ഥാനം കൊടുക്കുവാനോ. മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുമിച്ചിരുത്താൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. നിങ്ങളോടൊപ്പം ഞങ്ങൾ ഇവിടെ സമരം നടത്തിയതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഈ വേദികളിലും ക്യാമറയ്ക്ക് മുന്നിലും പറഞ്ഞാൽ പോരാ. ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ആരുമില്ലാന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ സഹായം വേണ്ടത്. ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന രാഘരഞ്ജനിയോ കൂടെ ചികിത്സ തേടിയെത്തിയ ഇവരെയോ ഇത്രയും അടിയേറ്റിയവരെ ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ടും ചാനലിലൂടെയും മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ പബ്ലിക്കിലൂടെയും നിങ്ങൾ അറിഞ്ഞിട്ട് എത്ര രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ആശ്വാസവാക്ക് പറഞ്ഞത്? ശരി, ഇപ്പോൾ SFI പറഞ്ഞ് DFI പറഞ്ഞ് ഇപ്പോൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നത് ഇതുവരെ ആരും തന്നിട്ടില്ല. കാരണം ശീതലടക്കം എല്ലാ ആക്ടിവിറ്റീസുകളും ഓരോരോ സ്റ്റേജിൽ പോയിട്ട് തൃപ്തിയാണ്. ഓരോരോ ട്രാൻസ്ജെൻഡറിനെ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഈ പ്രശ്നത്തിൽ ആരും ഇതുവരെ മുന്നോട്ട് വന്നില്ല. പക്ഷെ ഞങ്ങളുടെ പഠിച്ച ഒരു കോളേജാണ് രാജഗിരി സോഷ്യൽ സയൻസ് കോളേജ്. ഇന്ന് ആ കോളേജ് മാത്രം ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നത്. ഇതുവരെ ഇത്ര ദിവസം ഈ പ്രശ്നം നടന്നു
വന്നിട്ട് ഈ ആക്ടിവിറ്റീസുകൾ മന്ത്രിമാർ എല്ലാവർക്കും കാണാൻ പോകുന്നതല്ലാതെ ആരും ഇതുവരെ മുന്നോട്ട് സപ്പോർട്ടിന് വേണ്ടി വന്നിട്ടില്ല. ഒരു രാജഗിരി കോളേജ് മാത്രം ഞങ്ങൾക്ക് മുന്നോട്ട് വന്നത്. അതല്ലാതെ ഈ സിറ്റിയിൽ അല്ലെ ഈ സമൂഹം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ലോഡ്ജിലാണ്. ആരെങ്കിലും ഒരു മാസവാടകയ്ക്ക് ആരെങ്കിലും വീട് വരെ തരുന്നില്ല. കാരണം ട്രാൻസ്ജെൻഡർ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വീട് തരാൻ മനസ്സ് കാണിക്കത്തിയല്ലേ ഇവിടെ ഈ സിറ്റിയിൽ. അല്ല, ജോലി കൊടുക്കണമെന്ന് ഈ തൃപ്തിക്ക് കലൂരിലെ പപ്പടവട എന്ന റെസ്റ്റോറൻറ്റ് ജോലി കൊടുത്താണ്. ജോലി കൊടുത്തതോടുകൂടി അവർ മാധ്യമങ്ങളിൽ ഭയങ്കര ഫേമസ് ആയി. പപ്പടവട ഒരു ട്രാൻസ്ജെൻഡർക്ക് മെയിൻ സ്ട്രീമിൽ ജോലി കൊടുത്തു. അവർ തൃപ്തിയോട് വെച്ച ആദ്യത്തെ നിബന്ധന എന്താണെന്നറിയോ? കൃത്യസമയത്ത് ജോലിക്ക് വരണമെന്നോ ലീവ് ഇത്ര എടുക്കാൻ പാടുന്നല്ല, നീ ട്രാൻസ്ജെൻഡർ ആണെന്ന് ആരോടും പറയരുതെന്ന്. എല്ലാവരും തൃപ്തി സർജറി ചെയ്ത് പൂർണ്ണമായും സർജറി ചെയ്ത് നീ ട്രാൻസ്ജെൻഡർ ആണെന്ന് മറ്റൊരാളോട് പറയരുത്, അഴിഞ്ഞിട്ട് റിവീൽ ചെയ്യരുതെന്ന്. അതാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ പറഞ്ഞ ഒരു അറിഞ്ഞുകൊണ്ടാണ് അവർ ജോലി തന്നത്. പക്ഷേ ഒരു സ്ത്രീ രാവിലെ 7:30 തൊട്ട് രാത്രി 8 മണി വരെ ജോലി എടുക്കുക. ഞാൻ രാവിലെ 7:30 തൊട്ട് രാത്രി 8 മണിക്ക് ഒരു എക്സ്ട്രാ ഡ്യൂട്ടി, അതല്ല 8 മണിക്ക് ശേഷം എക്സ്ട്രാ ഡ്യൂട്ടി വരെ എടുത്ത് 9,000 സാലറിക്ക് എനിക്ക് അക്കോമഡേഷൻ ഇല്ല. ഒരു മന്ത്ലി ഒരു ലീവാണ്. ആ ലീവിന്റെ ഒരു സാലറി ഇവർ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല മാധ്യമത്തിന്റെ ഒരു എന്താ പറയാ പബ്ലിസിറ്റി വേണ്ടിയാണ് എന്നെ യൂസ് ചെയ്തത്. കാരണം ഓരോരോ ചാനൽക്കാർ എന്നെ ഓരോ സ്റ്റുഡിയോയിൽ വെച്ച് ഓരോ പ്രോഗ്രാം എന്നെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നാഷണൽ ചാനലാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഒരു ഷൂട്ട് എടുക്കണമെങ്കിൽ ഞങ്ങളെ ഹോട്ടലിൽ വന്നിട്ട് എടുക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, ഞാൻ പോകുന്നു വരുമ്പോ സേവന കഴിഞ്ഞോ, അത്രേ ഉള്ളൂ. തൃപ്തി അവിടെ നിന്ന് അവരെ യൂസ് ചെയ്തതാണ്. മുരുകൻ ഒരുപാട് അനാഥ കുട്ടികളെയൊക്കെ എടുത്ത് വളർത്തുകയും അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരൊക്കെ ഇവരിൽ അങ്ങനെ ഒരു കാരുണ്യം വേണ്ട ആളുകളാണെന്ന് മുരുകനെ പോലുള്ളവർക്ക് തോന്നില്ലേ? അല്ല, ഇതിൻ്റെ അകത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ശൈലജ ടീച്ചറും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത്. ടീച്ചറാണ് സാമൂഹ്യക്ഷേമം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് സാർ ഇവിടെ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ സർക്കാരിന്റെ വെറുതെ കിടപ്പുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഇപ്പോൾ കാണുന്ന മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും സാമൂഹ്യനീതി വകുപ്പിന്റെ തന്നെ 10ഓളം കെട്ടിടങ്ങൾ ഇവിടെ എറണാകുളം ജില്ലയിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. പഞ്ചായത്തിന്റെയും കിടപ്പുണ്ട് ഇതുപോലെ തന്നെ. നമുക്ക് ഇത്തരം കെട്ടിടങ്ങൾ ഈ പാവപ്പെട്ട ഇവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് അവർക്ക് രാത്രികാല അത് മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ പുറംപോക്കിൽ തള്ളപ്പെട്ട ഈ ട്രാൻസ്ജെൻഡറുകളെ സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. അത് ഒരു പൊതുവികാരമായി നമ്മളെല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് മാന്യമായ ഒരു ജീവിതം ഇവിടെ സാധ്യമാവുക. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഹോർമോൺ വ്യത്യാസത്തിൽ വീടുകളിൽ നിന്ന് പുറന്തള്ളുന്നു, പിന്നീട് സ്കൂളുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സമൂഹത്തിൻ്റെ മറ്റൊരോരത്തേക്ക് ഇവർ പിന്തള്ളപ്പെടുന്നു. അവിടെ നിന്ന് അവർക്ക് ഒരുപക്ഷെ ചെയ്യാൻ കഴിയുന്ന ജോലിയിലേക്ക് അവർ ബലാത്കാരമായി പിടിച്ച് മാറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയല്ല, അവരെ നമ്മൾ ഒപ്പം കൂട്ടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു സംസ്കാരമുള്ള സമൂഹം ആയി മാറാൻ കഴിയൂ എന്നുള്ളതാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും. ഒപ്പം തന്നെ ഈ തെരുവോര മുരുകനും അതുപോലെ രാജഗോപാലും അടക്കമുള്ള എല്ലാവർക്കും നന്ദി. നാളെ വീണ്ടും ഇതേ സമയം കാണുന്നതുവരെ നമസ്കാരം.